കട്ടൗട്ട് ബോർഡുകൾ നമുക്കൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റും. അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ബാക്കിലുള്ള പണികളൊക്കെ എത്ര പേര് കണ്ടിക്കണമെന്ന് അറിയില്ല. നല്ല എഫേർട്ടുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ നമ്മൾ കട്ടൗട്ട് ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് മെസ്സിയുടെ തലയും കൈയും അതുപോലെ തന്നെ ബോഡിയുടെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതൊക്കെ ഫിക്സ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് മരത്തിൻ്റെ ഒരു ഫ്രെയിം വേണം. ആ ഫ്രെയിം ഇവിടെ സ്ട്രക്ചർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. തലയുടെ ഭാഗമാണ് ടോപ്പ് വശത്ത് കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഉടലിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ കൈയിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ചെറിയ ചെറിയ നമ്മുടെ പട്ടികയുടെ കഷ്ണങ്ങളുണ്ടല്ലേ, ഈ കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഷേപ്പ് ഇവിടെ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. സ്ട്രക്ചറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ. ഇനി നമുക്കിത് ആണി അടിച്ച് കൊടുക്കാനൊക്കെ ഉണ്ട്. കാരണം ഇത് ആദ്യം വെക്കുക എന്നുള്ളതാണ്. മെസ്സി പ്രേമികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. അവരാണ് ഇതിൻ്റെ പിന്നിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവരിത് വെച്ച് കഴിഞ്ഞിട്ടാണ് നെയ്മർ പ്രേമികൾ ചിലപ്പോൾ ഇതിനൊക്കെ 1-2 അടി കൂടുതലുള്ളതൊക്കെ ആയിരിക്കും അങ്ങാടിയിൽ പൊക്കുക. നമ്മുടെ നാട്ടിൽ അങ്ങാടിയിൽ ആദ്യം പൊക്കിയിട്ടുള്ള ഏറ്റവും വലിയൊരു കട്ടൗട്ടാണ് ഈ സംഭവം കാണുന്നത്. പൊക്കാനുള്ള പരിപാടികൾ നടക്കുന്നത്. ഇവിടെ നമുക്കിതാ ആണി അടിച്ചതൊക്കെ കാണാൻ പറ്റും. പട്ടിക ഫ്രെയിമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയകളൊക്കെ കാണാറുണ്ട്, പല സ്ഥലങ്ങളിലും വലിയ വലിയ കട്ടൗട്ടുകൾ പൊക്കണ സമയത്ത് ഒടിഞ്ഞ് വീണത് കാണാറുണ്ട്. പക്ഷേ ഈ ഒരു കട്ടൗട്ട് അപ്പോൾ നമുക്കൊക്കെ ഉള്ളിൽ പേടിയുള്ളതാണ്. ഇത് എത്രത്തോളം വർക്ക് ചെയ്താലും ഇത് പൊക്കണ സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ ഇത് പണിയെടുക്കുന്ന സമയത്തിന് ഓരോ സുഹൃത്തുക്കൾ പരസ്പരം ചർച്ച ചെയ്ത് അങ്ങനത്തെ ഒരു സംഭവം സംഭവിക്കരുത്, സ്ട്രോങ് ആയിരിക്കണം എന്ന് തന്നെ ചർച്ച ചെയ്തിട്ടാണ് ഇതൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് പ്രിൻ്റ് അടിച്ചിട്ടുള്ളത് ഫ്ലെക്സോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുമല്ലേ സൺ പാക്ക് ഷീറ്റ്, പോസ്റ്റിലൊക്കെ പരസ്യങ്ങൾ അധികം കാണാറുണ്ട്. ഒരു മഞ്ഞ ഷീറ്റിൽ കറുപ്പ് ലെറ്ററിലൊക്കെ അങ്ങനത്തെ ഷീറ്റാണിത്, സൺ പാക്ക് എന്ന് പറയും. ആ ഷീറ്റിനകത്താണ് പ്രിൻ്റ് എടുത്തുള്ളത്. അപ്പോൾ ഈ മീഡിയ സൈസ് കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇവർ ഈ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് മീഡിയ വേസ്റ്റ് ആവാതിരിക്കാനും വേണ്ടി പീസ് ആക്കിയിട്ട് ഒരൊറ്റ ഷീറ്റൊക്കെ വെച്ചിട്ടൊക്കെ പ്രിൻ്റ് എടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ 2-3 ഷീറ്റ്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇവിടെ കണ്ടില്ലേ ചെറിയ ചെറിയ പീസായിട്ട് കൈ, തല അങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്, സെപ്പറേറ്റ് വന്നിട്ടുള്ളത്. ബാക്കി ഉടലുകളൊക്കെ വേറെ സ്ഥലത്തുണ്ട്. പിന്നെ ഈ ഒരു സ്ട്രക്ചർ വർക്ക് ഉണ്ടാക്കുന്നതിൻ്റെ, ഫ്രെയിമിൻ്റെ സ്ട്രക്ചർ വർക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ മെസ്സിയുടെ ആ ഒരു രൂപം കംപ്ലീറ്റ് എന്താണ് ഈ ഒരു തറയിലിട്ടിട്ട് ഒരു സ്ട്രക്ചർ ആദ്യം കണ്ടില്ലേ, വൈറ്റ് മാർക്ക് കണ്ടില്ലേ, അത് ചുറ്റും ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ചുറ്റും വൈറ്റ് മാർക്ക് ഇട്ടിട്ട് ആ ഏരിയ മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കണ്ടില്ല കൈയിൻ്റെ അകത്തുള്ള സ്പേസ് കണ്ടില്ല, അത് ആ കാലി സ്പേസ് വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പട്ടിക നിരത്തിയിട്ടുള്ളത്. കാരണം പട്ടിക നിരത്തുന്ന സമയത്ത് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ആരെങ്കിലും ഇനി കട്ടൗട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. ആദ്യം നമ്മളൊരു ലേഔട്ട് വരക്കണം, അതിൻ്റെ ഉള്ളിലാണ് എന്നിട്ട് ഇത് ചെയ്യണത്. അങ്ങനെ പട്ടിക ആണി അടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൺ പാക്കിൻ്റെ ഷീറ്റ് തന്നെ എന്ത് ചെയ്യണം, കാലി ഷീറ്റ് എടുക്കണം. ഈ കാലി ഷീറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ആ പട്ടികൻ്റെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം അവിടെ എന്ത് ചെയ്യാണ്, സൺ പാക്കിൻ്റെ ഷീറ്റ് കൊടുക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടല്ലോ മെസ്സിയുടെ സൺ പാക്കിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ പ്രിൻ്റുള്ളത്, അത് ഈ പട്ടികയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അത് പേസ്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ സൺ പാക്കിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, ഈ സൺ പാക്കിൻ്റെ ഷീറ്റാണ് ഗമ്മിട്ടിട്ട് ഒട്ടിക്കുക. നേരിട്ട് ഉടലിൽ ഗമ്മിട്ട് ഒട്ടിക്കുകയല്ല, ഈ സൺ പാക്കിൻ്റെ ഷീറ്റിലേക്ക് ഗമ്മിട്ട് ഒട്ടിക്കുക. മെസ്സിയുടെ തല ബാക്കിൽ വന്ന് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു സ്ട്രക്ചർ ഒന്ന് നോക്കിയെന്നുള്ളൂ, പണി തുടങ്ങിയിട്ടില്ല, പണികളൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ലേഔട്ടിൻ്റെ അകത്തൊക്കെ ആയിട്ട് തന്നെ കറക്റ്റായിട്ട് ഇപ്പോൾ നിർത്താൻ പറ്റിയിട്ടുണ്ട്. ഈ സൺ പാക്കിൻ്റെ ഷീറ്റ് ഉടലിൽ നിർത്തുന്നത് നമ്മുടെ ആണി ഉണ്ടല്ലോ, ആണി വെച്ച് അടിച്ചിട്ടാണ് ഈ സൺ പാക്കിൻ്റെ ഷീറ്റ് നിർത്തുന്നത് കേട്ടോ. അതായത് നമുക്ക് ഗമ്മിടാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ആണി വെച്ചിട്ടാണ്. ആണിയും സൺ പാക്കിൻ്റെ കാലി ഷീറ്റും കൂടി ഇട്ടിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വുഡൻ്റെ സ്ട്രക്ചർ അങ്ങനെ നമ്മൾ ചെയ്തെടുത്ത് അതിൻ്റെ മുകളിൽ കാലി ഫോം ഷീറ്റ്, അതായത് നമ്മുടെ സൺ പാക്ക് ഷീറ്റ് ഇട്ട് അതിൻ്റെ മുകളിൽ ഇനി എന്തെങ്കിലും മെസ്സിയുടെ ആ കട്ടൗട്ട് ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് തന്നെ ഒന്ന് വെച്ച് നോക്കാൻ പോകണം. കാരണം ഇതിൻ്റെ അടിയിലെ ലേഔട്ട് എന്തെങ്കിലും കോൺകൂത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെരുവുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്താനും വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ മെസ്സിയുടെ ഈ കട്ടൗട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്യണം, ഒരേപോലെ നമ്മൾ പറഞ്ഞില്ല തുടക്കത്തിൽ പറഞ്ഞില്ല കട്ട് പീസുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ പീസുകൾ വന്നിട്ടുള്ള ഒരുമിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെക്കുന്നത് കറക്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, അത് മാർക്ക് ചെയ്തിട്ട് തിരിച്ചെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ കാല് ഇവിടെ വെച്ച് കൊണ്ടിരിക്കില്ല, കാല് മാറിയിട്ടുണ്ട്, പൊസിഷൻ മാറിയിട്ടുണ്ട്, ഇല്ല കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഓരോന്ന് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, തിരിച്ചെടുക്കുകയാണ്. ഇത് കറക്റ്റാണെന്ന് മനസ്സിലായപ്പോൾ തിരിച്ചെടുത്തിട്ട് ഓരോ കട്ട് പീസ് വരുന്നതിൻ്റെ ഏരിയയിൽ നമ്മൾ മാർക്ക് ചെയ്യുക കേട്ടോ. ഈ മാർക്ക് ചെയ്യണതിനനുസരിച്ചാണ് പിന്നെ നമ്മൾ പീസുകൾ വെക്കുക. അതായത് ഇത് ഓരോ പീസ് നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് ഗമ്മിട്ടിട്ടാണ് വെക്കുക. അപ്പം പിന്നെ ഗമ്മിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കൽ റിസ്ക് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ഓരോ എഡ്ജിലും ഓരോ പീസ് വരുന്നുണ്ടല്ലോ ആ ഏരിയയിലൊക്കെ
ഒരു സ്കെച്ച് കൊണ്ട് എന്തെങ്കിലും ഒരു മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ പീസുകൾ കറക്റ്റായിട്ട് തന്നെ അവിടെ വെക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഓരോന്ന് ഊരുന്ന സമയത്ത് ചില ഏരിയയിലൊക്കെ ചെറിയ കട്ട് പീസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ സ്ട്രോങ് ആയിട്ട് ഇരിക്കണം. ഏകദേശം ഒരു 20 അടിയോളം ലെങ്ത്ത് വരുന്ന ഒരു കട്ടൗട്ടാണിത്. അപ്പോൾ അത് മുകളിൽ പൊന്തിയിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നിലത്തിട്ടിട്ടുള്ള പണികൾ നല്ല ഹാർഡ് വർക്ക് തന്നെ ഉണ്ട്. നന്നായിട്ട് പണിയെടുക്കണത് സിമ്പിളായിട്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റിയ പരിപാടിയല്ല, കുറച്ച് പണി തന്നെ ഉണ്ട് സംഭവം. അപ്പോൾ ഇനിയിപ്പോൾ ഗമ്മിട്ട് തുടങ്ങിയിട്ടുണ്ട് കംപ്ലീറ്റ്. നമ്മൾ മെസ്സിയുടെ കട്ടൗട്ട് അതിൻ്റെ മുകളിലുണ്ടായിരുന്ന സൺപാക്ക് ഷീറ്റിലെ പ്രിൻറ്റ് കംപ്ലീറ്റ് മാറ്റിയിട്ട് നമ്മളുടെ ഫ്ലക്സ് ഒക്കെ ഒട്ടിക്കുമല്ലോ, ഗമ്മുണ്ട്, ആ ഗമ്മാണ് ഇടുന്നത്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ച് പോവുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗമ്മാട്ടത്, കയ്യിലാവാതെ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആദ്യം വെക്കാൻ പോകുന്നത് ചെസ്റ്റിൻ്റെ ഭാഗത്ത് പീസാണ്. അതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു പീസാണ്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി തലയുടെ അങ്ങോട്ടും അടിയിലോട്ടൊക്കെ കറക്റ്റായിട്ടൊരു ഇത് കിട്ടും. പിന്നെ ഇത് ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിങ് കറക്റ്റ് നോക്കിയിട്ടാണ് അവർ വെക്കണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ തലയുടെ ഭാഗത്ത് അവിടുന്ന് ഇങ്ങോട്ട് ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിവശത്തേക്ക് കോൺകുത്ത് വരുമോ ഇല്ലേ എന്നുള്ള ചിലപ്പോൾ പേടി കൊണ്ടായിരിക്കും അടിയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടാവുക. പിന്നെ ഈ ഗമ്മിട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല സ്ട്രോങ് ആയിട്ട് മുകളിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് വലിക്കണം. പക്ഷേ ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തുണിയിൽ എന്തെങ്കിലും കെമിക്കലോ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മുകളിലെ സൺപാക്കിലെ പ്രിൻ്റ് ഇളകി വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മെസ്സിയുടെ തലയുടെ ഭാഗം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ പീസായിട്ട് മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ആ ജോയിൻ്റ് ഉണ്ടല്ലോ, ജോയിൻ്റ് ഒന്നും കാണാത്ത രീതിയിൽ പ്രത്യേകം ചെയ്യണം. അപ്പോൾ ആ ഒരു ജോയിൻറ്റിൻ്റെ ആ ഭാഗം കണ്ടില്ലേ, അവിടെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഇത്രയും ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് മുകളിൽ ഹൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോങ് വ്യൂ ആയിരിക്കും കിട്ടുക. ലോങ് വ്യൂവിൽ ചെറിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ അറിയില്ല. കാരണം നമുക്ക് ഈ റോഡ് സൈഡിലൊക്കെ വലിയ വലിയ ഹോർഡിങ്സ്, പരസ്യ ബോർഡുകൾ കാണാൻ പറ്റില്ല. അതിനൊക്കെ തൊട്ടടുത്ത് ചെന്ന് നോക്കിയിട്ട് മുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും പ്രിൻ്റ് ഒട്ടിയതോ എന്താണ് ഈ കളറിലുള്ള മിസ്റ്റേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ജോയിൻറ്റിലുള്ളതൊക്കെ. പക്ഷേ ലോങ് വ്യൂവിലൊന്നും അത് നമ്മൾ ശ്രദ്ധിക്കൂല. പിന്നെ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റുള്ളൂ. പിന്നെ തെറ്റുകൾ മാത്രം നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കും അതിലുള്ള പോരായ്മകൾ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. കയ്യിൻ്റെ ഭാഗമാണ് പൊട്ടിക്കുന്നത്. ഇത്തരത്തിൽ കട്ടൗട്ടുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിന് എടുക്കേണ്ട പിക്ചറുകളൊക്കെ കൂടുതൽ വൈഡായിട്ടുള്ള കൈകളൊക്കെ ഉള്ള പിക്ചറുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റേതായ പണി ഉണ്ടായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു പിക്ചറിൽ ഇവർ സെലക്ട് ചെയ്ത ഈ ഒരു പിക്ചർ ഉണ്ടല്ലോ, അതിൽ ഒരു കൈ മാത്രമേ വിട്ട് നിൽക്കുന്നുള്ളൂ, ഒരു കൈ പിന്നെ ചെസ്റ്റിനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വർക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നല്ല ബുദ്ധിമുട്ടില്ലാതെ എടുക്കാൻ പറ്റും. രണ്ട് കൈയും ശരീരത്തിന് രണ്ടും വിട്ടിട്ടുള്ള വൈഡായിട്ട് നിൽക്കുന്ന സംഭവങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ കുറച്ച് പണി ഉണ്ടായിരിക്കും. ആ ഭാഗത്തൊക്കെ നമ്മൾ ഫ്രെയിം സ്ട്രക്ചർ കൊണ്ടുപോകേണ്ടി വരും, അതിന് വേണ്ടിയിട്ട് സ്റ്റേ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കാലിൻ്റെ ഭാഗത്തേക്കാണ് പോണത്. ഇനി ഏറ്റവും അടിയിലുള്ള പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ആ ഏരിയയിലാണ് നമ്മുടെ അർജൻറ്റീന ഫാൻസ് തെക്കൻ കുറ്റൂർ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണിത്. കോപ്പ അമേരിക്ക കഴിഞ്ഞ് കോപ്പ അമേരിക്ക അർജൻറ്റീന കപ്പെടുത്ത സമയത്ത് ഇവിടെ ഇവർ നല്ല പരിപാടികൾ കാര്യങ്ങൾ, അതായത് ചാരിറ്റി മേഖലയിൽ ഇവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ചെറിയ സംഭാവനകളൊക്കെ നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ആ ഒരു ടീമിനോടുള്ള ആ ഒരു സന്തോഷവും ഇവരങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത്. ഇവ ഏറ്റവും അടിത്തട്ടിലാണ് ഇങ്ങനൊരു ബോക്സ് ടൈപ്പിൽ ഇവിടെ അർജൻറ്റീന ഫാൻസ് തെക്കൻ കുറ്റൂരിൽ കൂടി ആരാണ് ഈ ബോർഡ് വെച്ചതെന്ന് അറിയണ്ടേ. അപ്പോൾ ആ ഒരു സംഭവം കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള വശം കംപ്ലീറ്റ് പണി കഴിഞ്ഞ ശേഷം സൈഡിൽ എന്തെങ്കിലും അങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യട്ടാ, ഇരുമ്പിൻ്റെ പൈപ്പ്, അതുപോലെ തന്നെ കോണി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മരക്കഷ്ണങ്ങൾ, ലെങ്ത്തുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തിനാണ് ഈ കട്ടൗട്ടിൻ്റെ ഏറ്റവും അടിയിൽ ഇത് ഇട്ടിട്ട് അങ്ങനെയാണ് ഇത് ഇവിടുന്ന് പിടിച്ച് കൊണ്ടുപോകാൻ പോകുന്നത്. ഈ കട്ടൗട്ട് വെക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ കട്ടൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുഹൃത്ത് ബാബുവിൻ്റെ വീട്ടുമുറ്റത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അവിടുന്ന് ഈ ടൗണിലേക്കുള്ള ദൂരം, അതായത് കട്ടൗട്ട് വെക്കാനുള്ള അങ്ങാടിയിലേക്കുള്ള ദൂരം ഏകദേശം ഒരു 200-250 മീറ്റർ ഉണ്ട്. അപ്പോൾ ഈ 250 മീറ്റർ ദൂരം ഇത് എടുത്തുകൊണ്ട്, അതായത് മെസ്സി എടുത്തുകൊണ്ട്
സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മെസ്സിയുടെ പണികൾ കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മേശപ്പൂവൊക്കെ കത്തിക്കലും പരിപാടി ആഘോഷങ്ങളിലേക്കൊക്കെ ഇവിടെ കിടക്കുകയാണ്. ഈ ബാക്കി വെടിക്കെട്ടും പൂരൊക്കെ കാണാൻ പോകുന്നത് അങ്ങാടിയിൽ വെച്ചിട്ടാണ്. അവിടെ ബ്രസീൽ ഫാൻസും മറ്റ് ക്ലബ്ബ്, അതായത് മറ്റ് ടീമുകളെ ഇഷ്ടപ്പെടുന്നവരും കാര്യങ്ങളൊക്കെ അങ്ങാടിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇവിടെ അർജൻറ്റീനൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടെ മെസ്സിയുടെ പണികൾ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി പേരൊക്കെ അങ്ങാടിയിലുണ്ട്. നല്ല പൂക്കുവിളികളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. അപ്പോൾ അവരുടെ മുമ്പിലൊക്കെ തല താഴ്ത്താതെ, അതായത് ഇതൊന്നും ഒടിഞ്ഞു വീഴാത്ത രീതിയിൽ വെക്കാൻ പറ്റുക എന്നുള്ളതൊരു ടാസ്ക് തന്നെയാണ്. ഈ ഒരു കട്ടൗട്ടിൽ അടിയിൽ നമ്മൾ മരത്തിൻ്റെ കഷ്ണങ്ങൾ, പട്ടിക കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പട്ടിക കഷ്ണങ്ങളിൽ ലെങ്തി ആയിട്ടുള്ള പട്ടിക കഷ്ണങ്ങളൊന്നുമില്ല. എല്ലാം ചെറിയ ചെറിയ പീസുകൾ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇനി മെസ്സിയെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ പോവുകയാണ്. കട്ടൗട്ട് കണ്ടില്ല, എല്ലാ സൈഡിലും ഒരേപോലെ തന്നെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിത്തട്ടിൽ വെച്ചിട്ടുള്ളത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പലക, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ട് ഇരുമ്പിൻ്റെ കോണി കണ്ട്, ഇരുമ്പിൻ്റെ പൈപ്പ് കണ്ട്, ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ പിടിച്ചിട്ടുള്ളത്. നമ്മൾ തുടക്കത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പട്ടികയുടെ ഫ്രെയിമിൽ തൊടുന്നില്ല, മുകളിൽ ഒട്ടിച്ചിട്ടുള്ള സൺപാക്ക് പ്രിൻറ്റിൽ തൊടുന്നില്ല. ഒക്കെ അടിയിലുള്ള നേരിട്ട് ആ സ്ട്രക്ചറിൻ്റെ അടിത്തട്ടിലൂടെ വെയിറ്റുള്ളൊരു സാധനം കൊടുത്തിട്ട് അത് വെച്ചിട്ട് പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മുറ്റത്തുനിന്ന് റോട്ടിലേക്ക് ഇറക്കുകയാണ്. ഇനി റോട്ടിലൂടെ കൊണ്ടുപോകണം. ഒരു 200-250 മീറ്ററോളം കൊണ്ടുപോകണം. അതൊക്കെ നല്ലൊരു ആവേശവും ആഘോഷമൊക്കെ ആയിട്ട് തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ആ സമയത്തുള്ള കുറച്ച് സംഭവങ്ങൾ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഇനി നേരിട്ട് അങ്ങാടിയിലേക്ക് പോവാണ്. അങ്ങാടി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അങ്ങാടി ചെന്നിട്ട് നോക്കാം. ഇവിടെ ഈ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ കളർ പൂത്തിരികൾ കത്തിച്ചിട്ട് ഫ്രണ്ടിൽ നടക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ആഘോഷവും ആവേശവും ആയിട്ട് തന്നെയാണ് ഇവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ ആയിരിക്കും മിക്കവാറും പല സ്ഥലങ്ങളിലും കട്ടൗട്ടുകളൊക്കെ പൊന്തുന്നതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കുന്ന കാഴ്ചകൾ എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതി ആയിരിക്കുമല്ലോ. അങ്ങനെ മെസ്സിയുടെ കട്ടൗട്ടുമായിട്ട് ഇതാ മെസ്സി പ്രേമികൾ അങ്ങാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തെക്കൻ കുറ്റൂർ അങ്ങാടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഇത് നമ്മുടെ ആ ഒരു കയറ്റുന്ന സ്ഥലം അറിയണ്ടേ, ആ അങ്ങാടിയിൽ ആ മൂലയിൽ കണ്ടില്ല കവുങ്ങ് ഇങ്ങനെ കുത്തി വെച്ചിട്ടുള്ള അവിടെയാണ് കയറ്റാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങാടിയിൽ ഇപ്പോൾ പിള്ളേരൊക്കെ കൂടിയിട്ടുണ്ട്. സമയം ഇപ്പോൾ രാത്രി ഒരു 9 മണി ആ ടൈമൊക്കെയാണ്. ഇവിടെ മേശപ്പൂ കത്തിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കട്ടൗട്ട് പൊക്കണതിൻ്റെ മുമ്പുള്ള ഒരു ആഘോഷമായിട്ടാണ്. ഇനിയിപ്പോൾ അത് പൊക്കാൻ പോകുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്നത് അതിനാണ്. അതിലിടയ്ക്ക് ചെറിയൊരു കരിമരുന്ന് കാര്യങ്ങൾ ഇവിടെ പൊട്ടുന്നുണ്ട്. കരിമരുന്ന് വിചാരിച്ചമാര് പൊട്ടാത്തതുകൊണ്ട് കുറച്ച് പൂക്കുകൂളികൾ കാര്യങ്ങളൊക്കെ ചുറ്റും ഉണ്ടായി. കാരണം ചീറ്റിപ്പോയോ എന്നൊരു സംശയം, എന്തോ സംഭവിച്ചിട്ടുണ്ട് ഈ കരിമരുന്ന് വാങ്ങിയിലിട്ടാ. വേണ്ട രീതിയിൽ അതുകൊണ്ട് പൊട്ടിയിട്ടില്ല. പക്ഷെ വീണ്ടും ഒന്നും കൂടി തീ കൊടുത്തപ്പോൾ ശരിയായി. അങ്ങനെതാ പൊട്ടണത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതാ മെസ്സിയെ കൊണ്ടുപോയിട്ട് നിർത്താൻ പോവാണ്. അപ്പോൾ ആൾക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റോട്ടിൽ നിന്ന് ഇത് ഇവിടെ മുകളിൽ ഇങ്ങനെ പൊക്കാൻ ചെറിയൊരു ടാസ്ക് ആയിട്ടുള്ള പരിപാടി. ആ ബിൽഡിങ്ങിനോട് ചേർന്നിട്ടാണ് അവിടെ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ളത് കവുങ്ങുകൊണ്ടുള്ള. അപ്പോൾ ഫസ്റ്റ് തുടക്കത്തിൽ കയറിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബിൽഡിങ്ങിൻ്റെ പുറത്ത് കയറിയിട്ട് ലോങ് വ്യൂ ഒന്ന് നോക്കുകയാണ്. ആ ഒരു ഫ്രെയിം കണ്ടില്ല, അതിൻ്റെ മുകളിലാണ് കയറ്റാൻ പോകുന്നത്. അതിൻ്റെ മുകളിലൊക്കെ ഓരോ സുഹൃത്തുക്കൾ കയറിയിട്ട് കയറിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അടിയിൽ നിന്ന്. അപ്പോൾ ഇത് പൊക്കണ സമയത്താണ് പല സ്ഥലങ്ങളിൽ ഇത് ഒടിഞ്ഞ് വീണതൊക്കെ നമ്മൾ പല സ്ഥലങ്ങൾ വീഡിയോ എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര വലിപ്പമുള്ള, ഇത് 20 അടിയേ ഉള്ളൂ. 40 അടി 50 അടി ഉള്ളതിലൊക്കെ പണികളും അത് പൊക്കുന്ന രീതിയും കഷ്ടപ്പാടും നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. കാരണം ഈ വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെന്ന സമയത്ത് തന്നെ കുറേ സമയം അവർ കുറേ കഷ്ടപ്പാടുണ്ട് ഇത് ഇങ്ങനെ ആക്കി എടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ തലയുടെ ഭാഗം ചെറുതായിട്ടൊന്ന് ബെൻഡാവുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ഒരു സുഹൃത്ത് അടി കയറ്റി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ ഓരോരുത്തർ നിൽക്കുകയാണ്. ചുറ്റും മറ്റ് ടീമുകളെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളൊക്കെ ചുറ്റും കൂടിയിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ചില പൂക്കുവിളികളും കാര്യങ്ങളും ആയിട്ട് ഇതായിരിക്കും. കാരണം പടക്കം പൊട്ടാത്ത സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് പൂക്കുവിളികളും ആർപ്പുവിളികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഓരോരുത്തർ അങ്ങാടിയിൽ കൂടി നിന്നിട്ടുള്ള മുതിർന്നവർ, പ്രായം കൂടിയവരായിട്ടുള്ളവർ വരെ സപ്പോർട്ട് ചെയ്തിട്ട് പൊക്കാനും വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്.
ശരിക്കും ഫുട്ബോൾ പ്രേമികൾ ശരിക്കും നല്ല രീതിയിലൊരു ആവേശം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് 2022 വേൾഡ് കപ്പ് ഖത്തറിൽ വെച്ച് നടക്കുകയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിൻ്റെ ഒരു അലയൊലിയിൽ നിന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മുക്കിലും മൂലയിലും വരെ ക്രിസ്ത്യാനോ, നെയ്മർ, മെസ്സി തുടങ്ങിയിട്ടുള്ള താരങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് ടീമുകളുടെ ഒക്കെ ആയിട്ട് കൊടികളും വെക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ആവേശമായിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറെക്കുറെ മെസ്സിയുടെ കട്ടൗട്ട് കേടുപാടുകളൊന്നും ഇല്ലാതെ സുഖമായിട്ട് തന്നെ ഇവിടെ കയറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോഴും ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴൊക്കെ ആഘോഷം ആരോപണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ബാക്കിൽ ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം അത് സ്ട്രക്ചർ മേലെ ഇത് സാധനം കയറ്റി വെച്ചിട്ടുള്ളൂ, ഇനി സ്ട്രോങ് ആയിട്ട് കെട്ടി വെക്കണം. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറെക്കുറെ പണികൾ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തിരിച്ചിറങ്ങി വീണ്ടും ഇതാ മേശപ്പൂവും അതുപോലെ തന്നെ ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ആഘോഷത്തിലാണ് ഇവിടെ. 20 അടിയുടെ ഒരു വലിയൊരു കട്ടൗട്ട് തന്നെയാണ് അങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങാടിയിൽ കയറ്റിയിട്ടുള്ളത്. പിന്നെ ഈ കട്ടൗട്ടൊക്കെ കയറ്റാനും വേണ്ടിയിട്ട് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങാടിയിലെ 4 ആൾ കാണുന്ന രീതിയിലുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കണം. ചില സ്ഥലങ്ങളിലൊക്കെ ആദ്യം പോയിട്ട് പോസ്റ്റ് കുത്തണം, പിന്നീട് സ്ഥലം പിടിക്കലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആവേശത്തിലൊക്കെ ആയിരിക്കും. ഇവിടെ പിന്നെ നേരത്തെ തന്നെ ഈ ഒരു പൊസിഷനാണ് ഇവിടെ അർജൻറ്റീനൻ ഫുട്ബോൾ പ്രേമികൾ ഇവിടെ ഈ സ്ഥലമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അങ്ങേയറ്റത്തൊരു മൂലൊക്കെ ബ്രസീലിൻ്റെ നെയ്മറിൻ്റെ ഒരു കട്ടൗട്ട് കൂടി വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അവിടെ ബാക്കിൽ. ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഞങ്ങൾ ഇത് ഒരുക്കുന്നത് ഇതിന്റെ മുന്നത്തെ പ്രാവശ്യം ഞങ്ങൾ കോപ്പ അമേരിക്ക കപ്പടിച്ച് അന്ന് ചാരിറ്റി പ്രവർത്തനമായിട്ട് ഒരുപാട് ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓർഫനേജൊക്കെയായിട്ടും പാവപ്പെട്ടവർക്ക് ഫോൺ സഹായിച്ചിട്ട് ഞങ്ങൾ ഇതുണ്ട്. ഇനിയും ഈ വേൾഡ് കപ്പ് അടിച്ചിട്ട് ഞങ്ങൾ അങ്ങനത്തെ ഒരു പദ്ധതി ഞങ്ങളിലുണ്ട്. അത് വൻ വിജയമാക്കും ചെയ്യും. അതിനുള്ള ഒരു കൂട്ടായ്മ തന്നെ ഞങ്ങൾക്ക് ഉണ്ടെന്നാണ് വിശ്വാസം. അതിനെല്ലാ പ്രവാസികളും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളെ കൂടെയുള്ള ഞങ്ങളുടെ നാട്ടുകാരും എല്ലാവരും ഈ കാണുന്ന ഇപ്പോൾ എല്ലാവരും രാത്രി ഇതിനൊക്കെ നിൽക്കുന്നത് അതിനാണ്. ഞങ്ങൾക്ക് കപ്പ് കുറഞ്ഞതില്ല. വാമോസ് അർജന്റീന.